ഒറ്റ പേജ് മെമ്മോറാണ്ടത്തിൽ ഇറാൻ വിഷയം തീരാൻ പോകുന്നത്രേ. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ചില സോഴ്സസുകളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്ന വാർത്തയാണ്. എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെ ആ ഒറ്റ പേജ് മെമ്മോറാണ്ടം ഉടൻ ശരിയാകുന്നതോടുകൂടി യുദ്ധം അവസാനിക്കുകയാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. എന്താണ് ആ ഒറ്റ പേജ് മെമ്മോറാണ്ടത്തിലെ കണ്ടൻറ്റ് എന്നതിനെ സംബന്ധിച്ച് അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ പറയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. അതിനൊരു കഥ കൂടി പറയണം. എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. അയാളോട് ഒരാൾ ഒരുപാട് കാശ് കടം വാങ്ങി. കടം വാങ്ങിയ കാശ് ചോദിച്ച് അദ്ദേഹം കുഴഞ്ഞു. അവസാനം വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, 1 മാസം സമയം പറഞ്ഞിട്ട് എനിക്ക് 30 ദിവസത്തിനകം തരാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, അത്രയൊന്നും പറ്റത്തില്ല, എങ്കിലൊരു കാര്യം ചെയ്യ്, 2 ആഴ്ച കഴിഞ്ഞു വാ, അന്ന് പറയാം എന്ന് തരാമെന്ന്. അത് പുള്ളിക്ക് സ്വീകാര്യമായി. കാരണം 1 മാസം സമയം കൊടുത്തില്ലല്ലോ, 2 ആഴ്ച സമയം കൊടുത്തിട്ട് അന്ന് ചെന്നാൽ എന്ന് തരാമെന്ന് അന്ന് പറയാം എന്ന് പറഞ്ഞ ഉറപ്പാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. സമാനമായ ഒരു ഉറപ്പാണ് ഈ 1 പേജ് മെമ്മോറാണ്ടത്തിലുള്ളത്. അതായത് ഹോർമുസ് ഫ്രീ ആക്കി ഞങ്ങൾ തുറന്നു തരാം. ആ തുറന്നു തരുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ ഉപരോധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ കാശ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അത് റിലീസ് ചെയ്യണം. അത് റിലീസ് ചെയ്യാൻ ആ സാങ്ഷൻ നീക്കി, ഉപരോധം നീക്കി ആ തുക ഞങ്ങൾക്ക് റിലീസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ന്യൂക്ലിയർ സംവിധാനങ്ങളെക്കുറിച്ച്, യുറേനിയം എൻറിച്ച്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി വളരെ പോസിറ്റീവായി ഒരു ചർച്ച നടത്താമത്രേ. അത്രയല്ലേ ഒരു പേജിൽ എഴുതാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഹോർമുസ് തുറന്നു തരാം, അതിന് പകരം എന്ത് വേണം? ഇറാൻ്റെ ബാൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലുള്ള മുഴുവൻ കാശും അല്ലെങ്കിൽ ആ ഇടപാടുകൾ സജീവമാക്കി അതിനെ മുഴുവൻ തിരിച്ച് ചാർജ് ചെയ്ത് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കണം. ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമായിരുന്ന് യുറേനിയം എൻറിച്ച്മെൻറ്റിനെ കുറിച്ച് ചർച്ച നടത്താം എന്ന് പറയുന്ന ഫോർമുല അമേരിക്ക ഏതാണ്ട് അംഗീകരിച്ചെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ പറയുന്നതിനെ നമ്മൾ പണ്ടൊക്കെ കോമഡിയായിട്ടാണ് കാണുന്നതെങ്കിലും ഇപ്പോൾ കോമഡിയായി കാണാൻ പറ്റില്ല. ഒരു അന്താരാഷ്ട്ര യുദ്ധത്തിന് മധ്യസ്ഥ വഹിക്കുന്ന ബഹുമാന്യ രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അതുകൊണ്ട് ട്രംപ് മച്ചമ്പിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാകിസ്ഥാൻ്റെ സോഴ്സസിനെ ഉദ്ധരിച്ചാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന് മുമ്പ് പറഞ്ഞ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കെ ഒരു കാര്യവുമില്ലാതെ യുദ്ധം നടത്തി ഈ കൊടിയ നാശം മുഴുവൻ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ 1 പേജ് മെമ്മോറാണ്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്തിക്കുന്നത് എൻ്റെ മിടുക്കും കഴിവും ഞാനും ഭയപ്പെടുത്തിയിട്ടാണ് എന്ന് വരുത്താനാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഇനിയും ഒപ്പിട്ടില്ലെങ്കിൽ ഞാൻ അടിച്ച് കീറികളയും, തകർത്ത് തരിപ്പണമാക്കി കളയും എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഒപ്പിടുന്നതിൻ്റെ ഈ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. അത് അവരിങ്ങ് ഒപ്പിട്ട് തന്നതാണെന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു വമ്പന് ക്ഷീണമല്ലേ. അതുകൊണ്ട് ഞാൻ വരട്ടി ഒപ്പിടിയിച്ചതാണ് ഈ പേപ്പറെന്ന് വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അഭ്യാസം മുഴുവൻ നടത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ ഒരു വമ്പൻ കോമഡി ഷോ ആയി ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. ഇപ്പോൾ ബോംബിടുമോയെന്ന് ചോദിച്ചാൽ ട്രംപ് ഓർമ്മയില്ലാതെ അങ്ങ് വീഴുവാണത്രേ. കാരണം ഇനിയും അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ട്രംപിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഒറ്റ പേപ്പറിൽ എഴുതി 1 പേജ് മെമ്മോറാണ്ടം എന്നാണ് പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള 1 പേജ് മെമ്മോറാണ്ടം. സംഗതി ഇനി വരുന്ന കാലങ്ങളിൽ ഈ 1 പേജ് മെമ്മോറാണ്ടവും നമ്മളിപ്പോൾ പണ്ട് ചർച്ച ചെയ്യുന്നില്ലേ, 7 days വാർ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് പോലെ ഈ 1 പേജ് മെമ്മോറാണ്ടവും ട്രംപിൻ്റെ ഈ കോമഡി ഷോയുമെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കും. അവിടെ ചില ഒറ്റുകാരെയും ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ചില മര്യാദയില്ലാത്ത വർത്തമാനം പറഞ്ഞവരെയും ഒക്കെ വേറൊരു ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും.